5 ദിവസത്തിനിടെ രണ്ടാം തവണ ഇന്ധനവില വർദ്ധിപ്പിച്ച എണ്ണ കമ്പനികളുടെ ഇരുട്ടടി. പെട്രോൾ ലിറ്ററിന് 86 പൈസയും ഡീസൽ ലിറ്ററിന് 83 പൈസയും കൂട്ടി. ഇതോടെ തിരുവനന്തപുരത്ത് ഡീസൽ വില 100 കടന്നു. അടിക്കടിയുള്ള വിലവർധന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകും. മെയ് 15-ന് പെട്രോളിനും ഡീസലിനും 3 രൂപ കൂട്ടിയതിന്റെ ആഘാതം വിട്ടുമാറിയിട്ടില്ല. അതിനു മുൻപേ വീണ്ടും ഇരുട്ടടി. ഇത്തവണ പെട്രോളിന് കൂട്ടിയത് 86 പൈസ, ഡീസലിന് 83 പൈസയും. പെട്രോൾ വില തിരുവനന്തപുരത്തും വയനാട്ടിലും 111 കടന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും 1 ലിറ്റർ ഡീസൽ ലഭിക്കണമെങ്കിൽ 100 രൂപയിലധികം നൽകണം. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ വർദ്ധിച്ചതും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാകാത്തതുമാണ് വിലവർദ്ധനവിന് കാരണമായി എണ്ണക്കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത്. വില ഇനിയും കൂടുമെന്നും പൊതുജനരോഷം തണുപ്പിക്കാൻ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ വിലവർധന. ഇന്ധനവില ഉയർത്തിയതോടെ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ കൂടും. കമ്പി, സിമന്റ് തുടങ്ങി നിർമ്മാണ സാമഗ്രികളുടെ വിലയിലും മാറ്റമുണ്ടാകും. 3 രൂപ കൂട്ടിയപ്പോഴേ യാത്രാക്കൂലി വർദ്ധിപ്പിക്കണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടതാണ്. വീണ്ടും വർദ്ധിപ്പിച്ചാൽ ആവശ്യം ബസ് ഉടമകൾ കൂടുതൽ ശക്തമാക്കും. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരക്ക് വർധന അനിവാര്യമാണെന്നും സർക്കാർ ഇടപെടണമെന്നുമാണ് ആവശ്യം. ചുരുക്കത്തിൽ വരാനിരിക്കുന്നത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന നാളുകൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.